ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വരുന്നത് ഒരു കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെയിലത്ത് അങ്ങോട്ടും നടന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ മുഖത്ത് ഒന്നാമതൊരു ഇതുപോലെ ഉണ്ടാവും, ഒരു വലിഞ്ഞ് പിടിച്ച പോലെ ഉണ്ടാവില്ലേ നമ്മളെ മുഖമെല്ലാം. നമ്മളെ ജോലി കോറക്സും നെറ്റോടും എല്ലാം ഇട്ടിട്ടുള്ള ജോലിയും. അപ്പോൾ അതിന് ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ എന്താ എൻ്റെ മുഖത്തിടുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും, ആണിനായാലും പെണ്ണിനായാലും എല്ലാം ഇത് നല്ലതാണ്. ഇതാ വേറൊരു നമ്മളെ വീട്ടിൽ ഇതിനായിട്ട് നമ്മൾ കാശ് കൊടുത്തിട്ട് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെ ഇത് ആർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും നല്ലതാണ്, കുഞ്ഞുങ്ങൾക്കും നല്ലതാണ്. മുഖത്തൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല, കുരുവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്താ ഇടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇടുന്ന സാധനം എന്ന് പറഞ്ഞാൽ മൂന്നേ സാധനമുള്ളൂ. ഒന്ന് നമുക്ക് ഷുഗർ വേണം, അതേപോലെ നമുക്ക് തക്കാളി വേണം, നന്നായിട്ട് പഴുത്ത തക്കാളി വേണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തൈര്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമ്മളെ മുഖത്തത്തെ ആ കറുപ്പും കരിവാളിപ്പും മുഖത്ത് കുരുള്ളവർക്കെല്ലത് തൈര് നല്ലതാണ്, തണുപ്പും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. എന്നിട്ട് മാറ്റമുണ്ടെങ്കിൽ താത്താനോട് പറയണം. അപ്പോൾ ഞാൻ ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തൈര് എടുക്കാം. തൈരെടുത്ത് ഇതിലേക്ക് ഒരു സ്പൂണ് ഷുഗർ കേട്ടോ. ഷുഗർ എടുത്ത്, ഷുഗർ വേണം കേട്ടോ. പിന്നെ നമുക്ക് തക്കാളി മുറിച്ച് വെച്ചതാണ്. തക്കാളിൻ്റെ ചാറ് നന്നായിട്ട് വേണം. ഇതിൽ വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിക്കാൻ പാടില്ല. എന്നിട്ടിത് ഇപ്പം കണ്ടല്ലോ, തക്കാളിൻ്റെ നീര്, ഷുഗർ, തൈര്, ഇത്രയും സാധനമാണ്. ഇത് നമുക്ക് ഒന്നരാടം തേച്ചാലും തൈര് ഡെയിലി തേച്ചാലും ഒരു കുഴപ്പമില്ല. ഇതെല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഈ ഷുഗർ ഇതിന് നന്നായിട്ട് അരിയണം കേട്ടോ. ഇതെല്ലാവർക്കും നല്ലതാണ്. ഇട്ട് നോക്കിയിട്ട് ചില ആൾക്കാർക്ക് നല്ല മുഖക്കുരു എല്ലാം വരും, ചില ആൾക്കാർക്ക് ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ ഇങ്ങനെ കുരുവെല്ലാം വരും. അപ്പം എല്ലാം ജോലി കഴിഞ്ഞ് വന്ന് നല്ല മുഖം ഉണ്ടാക്കുക, നല്ലതായിട്ട് വൃത്തിയാക്കുക, കഴുകി കളഞ്ഞിട്ട് നല്ല വെള്ളമൊന്നും ഇല്ലാതെ തൊപ്പിയിട്ട് ഈ സാധനം ഇട്ടിട്ട് ഒന്ന് ഉണങ്ങോളം ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മുഖത്ത് പിടിക്കും. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി. എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ആഴ്ചക്ക് ഒരു വട്ടം കാപ്പിപ്പൊടി, അതും ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. ഇത് ഞാൻ ചിലപ്പോൾ ഡെയിലി ഇടാറുണ്ട്. പണി കഴിഞ്ഞ് വന്നാൽ രാത്രിയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലത് രാത്രി ഇടുന്നത് നല്ലതാണ്. അപ്പോൾ രാത്രി ഇടുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഈ ഷുഗറെല്ലാം നന്നായിട്ട് ഇതിൽ അലിയണം കേട്ടോ. അലിഞ്ഞിട്ട് വേണം നമുക്കിത് മുഖത്ത് ഇട്ട് കൊടുക്കാൻ. ഇത് ഏറ്റവും നല്ലത് കുറച്ച് എന്താണെങ്കിൽ ഒരാഴ്ചയിലെ കഴിഞ്ഞ തൈരാണ് നല്ലത്. ഇത് ഇതേപോലെ നന്നായിട്ട് ഈ തക്കാളി നീരും പഞ്ചസാരയും തൈരെല്ലാം നന്നായിട്ട് ഉണ്ടാക്കണം. ഇതിൽ ഇതേപോലെ ആക്കണം. എന്നിട്ട് നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഈ മുഖത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നോലല്ല. എൻ്റെ മുഖത്തെല്ലാം നല്ല കരിമങ്ങലുണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയതാട്ടോ, എല്ലാം പോയതാണ്. ഇതേപോലെ ഞാൻ ചിലപ്പോൾ ഡെയിലി ഇടും, അല്ലെങ്കിൽ ഒന്നരാടം ഇടും. ചിലപ്പോൾ ഇങ്ങനെ മറന്നാലും ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും എന്താ ചെയ്യുക, താത്ത ഇത് കാണിച്ചു തന്ന കറക്റ്റ് കണ്ടല്ലോ, ഇതേപോലെ എന്താക്കുക, നമ്മളെ വീട്ടിലുള്ള സാധനം ഇതിനായിട്ട് നമ്മൾ കാശ് കൊടുത്തൊന്നും വാങ്ങണ്ട. എപ്പോഴാണെങ്കിലും നമുക്ക് തൈരുണ്ടാവും. ഇപ്പം നാട്ടിലാണെങ്കിലും തൈര് നമ്മളെ ഫ്രിഡ്ജിലുണ്ടാവും, തക്കാളി ഉണ്ടാവും, ഷുഗർ ഒയ്യൂല നമ്മളെ വീട്ടിൽ. ഈ 3 സാധനം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ ഷാളെല്ലാം ശരിക്ക് കെട്ടിയിട്ട് വരാം, എന്നിട്ട് മുഖത്തിട്ടൊന്ന് കാണിച്ചിട്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് തുടങ്ങാം.
വെച്ച്. ഇത് എൻ്റെ പേരക്കുട്ടി വരെ ഇട്ടു. ഞാൻ എടുത്താൽ അപ്പം ഓടി വരും. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പം ഞാൻ ഇത് മൂത്തിട്ടിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിത് മുഖം നന്നായിട്ട് കഴുകണം കേട്ടോ. മുഖം നന്നായിട്ട് കഴുകണം. നമ്മൾ ജോലിയെല്ലാം ചെയ്തോർത്ത് പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നടന്ന് വരുമ്പോഴെല്ലാം. അപ്പം നന്നായിട്ട് കഴുകണം. എന്നിട്ട് ഇത് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അതായിട്ട് ഉപയോഗിച്ചാൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇതിട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല മസാജ് ചെയ്തിട്ട് മാത്രം കട്ടിയിലിട്ട് കൊടുക്കുക. ഇതെല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലതാണ്. നെറ്റിയിലും ഇതിലെല്ലാം കഴുത്തിലെല്ലാം ഇട്ട് കൊടുക്കണം. ഓടി ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. കഴുത്തിലും ഇത് കൈക്കും കാലിനെല്ലാം നല്ലതാണ്. കാലെല്ലാം എങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അതൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഞാൻ കുറേ മുന്നേ, 1 കൊല്ലം മുന്നേ ഞാനൊരു കാല് എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് ക്ലീനായി കൊണ്ടെടുക്കാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇത് ഇടുന്നത് നല്ലതാണ്. അപ്പം മസാജ് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് 2 മിനിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാ കട്ടിയിലിട്ട് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് നന്നായിട്ട് കട്ടിയിലിട്ട് കൊടുക്കുക. അപ്പം നമ്മളെ രക്തോട്ടോ എല്ലാം നന്നായിട്ട് ഇങ്ങനെ ആവും. ഷുഗർ ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം നമ്മളെ സ്കിന്നിൻ്റെ എല്ലാം നല്ല തുറന്നിങ്ങനെ വരും. നല്ലതാണ് ഷുഗർ. അപ്പോൾ എല്ലായിടത്തും കഴുത്തിലെല്ലാം ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ കാലിലും കയ്യിലെല്ലാം ഇടാറുണ്ട് കേട്ടോ. ഇത് ഒരുപാട് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ഇന്ന് വരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. എൻ്റെ ബ്ലാക്കും അതായത് കരിമംഗലോ എല്ലാം പോയിട്ടുണ്ട്. ചെറിയ ചെറിയ കുരുകളോ എല്ലാം പോകും. അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കുക. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലതാണ്. എൻ്റെ മോളിൽ ഒരുപാട്, ഞാനിപ്പോൾ 5.5 മാസം നാട്ടിൽ നിന്നിട്ടാണ് വന്നത്. ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ഓടി വരും. സായ്മ എനിക്ക് വിട്ടാട്ട് പറഞ്ഞിട്ട് ഓളെന്നെ ഇടും. അപ്പം ഇതേപോലെ നന്നായിട്ട് ഇടുക കേട്ടോ. നന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് 1/2 മണിക്കൂർ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഇട്ടിട്ട് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മളിത് ഒരു 10-15 മിനിറ്റ് ഇത് ഉണങ്ങോളം. ഇത് നന്നായിട്ട് നമ്മളെ ഇതിൽ മുഖത്ത് നന്നായിട്ട് പിടിച്ച് ഉണങ്ങി വരും. ആ സമയത്ത് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചത്. ഇത് ഞാൻ ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇത് ഇട്ട് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ഉണങ്ങി കഴുകിക്കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം മുഖം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ഇതേപോലെ കണ്ട എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒന്ന് ഇവിടെ എല്ലാം പിടിച്ച് കഴുത്തെല്ലാം പിടിച്ച് ഇനി ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ആകുമ്പോൾ തന്നെ നല്ല ഒരു മുഖം നല്ലൊരു മിനുസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വരണം. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ഇത് മാറ്റം തോന്നുന്നുണ്ടാവും. കണ്ട നന്നായിട്ട് കഴിഞ്ഞ് ഇതേപോലെ എല്ലാവരും ഒന്ന് ഇട്ട് നോക്കൂട്ടോ. എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാതെ. അപ്പം എല്ലാവരും ഇത് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ കണ്ട നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴുത്തെല്ലാം ഇതായി. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താക്കണം, എല്ലാവരും ഒന്ന് ഇത് ഇട്ട് നോക്കണം കേട്ടോ. നിങ്ങൾ 1.5 ടൈം ഉണ്ടാകുമ്പോൾ ആഴ്ചക്ക് ഒരിക്കേ ഞാൻ പറഞ്ഞില്ല, ഞാൻ സമയം ഉണ്ടാകുമ്പോൾ എല്ലാം ഇടലുണ്ട്. ഞാൻ ഇത് കുറച്ച് ഉണ്ടാക്കിയോടെ വെക്കും കേട്ടോ. എന്നാൽ പിന്നെ എന്നും ഉണ്ടാക്കണ്ട. പിന്നെ എന്നിട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ 2-3 ദിവസത്തിനെല്ലാം ഒരുമിച്ച് ഉണ്ടാക്കും. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾക്ക് മുഖത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ എല്ലാവരും ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കട്ടാ. എഴുതിയിട്ട് എങ്ങനെ ഉണ്ടായിട്ടോന്ന്.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ.